ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് സ്കൂൾ തുറക്കാൻ പോയത് നമ്മൾ ബുക്സ് വാങ്ങിക്കാൻ വന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ കുറേ നേരം കളിച്ചുകൊണ്ട് ഇരിച്ചു. പിന്നെ നമ്മൾ ബുക്സ് ഒക്കെ വാങ്ങി. പിന്നെ ബുക്സ് കളക്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയല്ലോ, കാരണം ഞങ്ങൾ ആലുവയിലായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷമാണ് ബുക്സ് വാങ്ങിക്കാൻ വന്നത്. റൈസാൻ്റെ ബുക്സ് ആണെന്നാണ് തോന്നുന്നത്. ആ റൈസാൻ്റെ ആണ് കേട്ടോ. അപ്പം നമ്മൾ ബുക്സ് ഒക്കെ വാങ്ങി കേട്ടോ. ഇനിയിപ്പോ എന്താ, എന്റേതും കൂടി അല്ല, ഇതാണ് കേട്ടോ റൈസാന്റെ. മറ്റേത് പെൻസിലും അതിന്റെ കൂടെയുള്ള സിസേഴ്സ്, അത് അങ്ങനെ സംഭവങ്ങളെല്ലാം തന്നു. പിന്നെ നേരെ പോയത് ഇവിടെ ബാഗൊക്കെ വാങ്ങിക്കാനായിരുന്നു. ബാഗും പിന്നെ വാട്ടർ ബോട്ടില്, ടിഫിൻ ബോക്സ്, അങ്ങനെയുള്ളതെല്ലാം വാങ്ങിച്ചു. പിന്നെ നമ്മൾ കുറെ നേരം എടുത്തിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈസാനാണെങ്കിൽ ഏതോ ബോക്സ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ലൈറ്റ് ഉള്ള ബോക്സ് വേണമെന്നൊക്കെ പറഞ്ഞാൽ അത് വെച്ച്. എന്നിട്ട് അതാണോ വാങ്ങിച്ചതല്ലോ? അല്ല, ഇപ്പൊ നിങ്ങൾ വെച്ചാൽ 2 വർഷം അല്ല, ടിഫിൻ ബോക്സ് ഒക്കെ 2 വർഷത്തോളം പഴയത് തന്നെയല്ലേ യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് പുതിയത് വാങ്ങിക്കാന്ന് വിചാരിച്ചതല്ലേ. അപ്പൊ നിങ്ങളും പുതിയ ബാഗൊക്കെ വാങ്ങിച്ചോ ഗൈസ്? അപ്പൊ നമ്മൾ വാങ്ങിച്ചോ. അപ്പൊ നമ്മള് പിന്നെ റൈസാന് ബോക്സ് തപ്പാൻ വേണ്ടിട്ട് പോയി. ഇതിപ്പോ ക്ലാസ് തുറക്കുന്നതിന്റെ 2 ദിവസം മുന്നാണല്ലേ ഇതെല്ലാം വാങ്ങിച്ചത്. പിന്നെ അത് കണ്ട് നമ്മൾ ബോട്ടിൽ സെലക്ട് ചെയ്യണമായിരുന്നു. റൈസാൻ ഏതൊക്കെയോ എടുത്ത്. ആദ്യം ഞാനായിരുന്നു ഒരു ബ്ലാക്ക് ബോട്ടിൽ എടുത്തത്. കുറച്ച് ദിവസമേ ഉള്ളൂ, ഹോളിഡേ അസൈൻമെന്റ് തീർത്തിട്ടില്ലല്ലോ. ഫസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് പ്രൊവൈഡ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഫസ്റ്റ് പാസ്റ്റ് ടെൻസ് ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്തിട്ട് എഴുതണം. സ്പീക്കിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? സ്പോക്ക്. ഇത്ര വരെ ചെയ്തില്ലേ? ഇതുവരെ ചെയ്തില്ലേ? ഇനി അപ്പോൾ അത് കണ്ടുപിടിക്കുക. പസിൽ SPOKE എവിടെയുള്ളത്? SPOKE അത് സർക്കിൾ ചെയ്യണം. വായിക്കുക. അപ്പോൾ വായിച്ച് കഴിഞ്ഞു. എന്താ വരാ? റീഡിൻ്റെ പാസ്റ്റ് റീഡ് തന്നെയാണ്. അപ്പോൾ READ എവിടെയാണ് കിടക്കുന്നത്? നോക്ക്, പസിൽ നോക്ക്, ഏറ്റവും മേലെ നോക്ക്. READ കണ്ടോ? ചെയ്യുക. നീ ആണെങ്കിൽ 24 hours തിന്നോണ്ട് അവിടെ നടന്നു. മനസ്സിലായോ? നിനക്കൊന്നുമില്ല റിഹാൻ ചെയ്യാൻ? എന്ത് പറ്റി? ഒന്നുമില്ല അല്ലേ? അടുത്തത് നോക്ക്. അടുത്തത് എന്താ? റൈറ്റിൻ്റെ പാസ്റ്റ് എന്താ വരുന്നത്? റൈറ്റ്. WRITE റൈറ്റ്. റൈറ്റിൻ്റെ പാസ്റ്റ് എന്താണ്? ലെഫ്റ്റ്. റൈറ്റ്, ലെഫ്റ്റ് അതല്ല, ഇത് എഴുതുക. റൈറ്റ്, WRITE റൈറ്റ്, എഴുതുക. നീ ഉദ്ദേശിച്ച റൈറ്റ് RIGHT റൈറ്റ്. സ്പെല്ലിംഗ് എന്താ? WRITE റൈറ്റ് ആണ്. റൈറ്റ് എഴുതുക. അപ്പോൾ എഴുതി കഴിഞ്ഞു എന്നുള്ളത് റോട്ട്. WROTE എവിടെയാ അത്? WROTE നോക്ക്, കണ്ടുപിടിക്കുക എവിടെയാന്ന്. WROTE കിട്ടിയോ? ഓക്കെ. WROTE റോട്ട്. റോട്ട് എന്ന് വെച്ചാൽ എന്താ? എഴുതി കഴിഞ്ഞു. റൈറ്റ് എന്ന് വെച്ചാൽ എഴുതുക, അതിൻ്റെ പാസ്റ്റ് റോട്ട്. നമ്മുടെ അമ്മ ഒരു ടീച്ചറാണേ. റിഹാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ, കുറേ നാളെ പെൻഡിങ് വെച്ച് ഇപ്പോൾ അവസാനമായി. അടുത്ത ഡ്രിങ്ക് എന്ന് വെച്ചാൽ കുടിക്കുക. കുടിച്ചു കഴിഞ്ഞതിന് എന്താ പറയുന്നത്? ഡ്രിങ്കിൻ്റെ പാസ്റ്റ് എന്താ? ഡ്രിങ്കിൻ്റെ DRANK എവിടെയാ? ഒന്ന് കണ്ടുപിടിച്ച്. DRANK എവിടെയാ? ഇവിടെ കണ്ട് പോര്. DRANK നോക്ക്, നല്ലതുപോലെ ശ്രദ്ധിച്ച് നോക്ക്. അവിടെ ഇല്ല. അടുത്ത നോക്ക്. ഫസ്റ്റ് D അല്ലേ കിടക്കുന്നത്? അടുത്ത റോയിൽ ഫസ്റ്റ്. നീ എന്താ ശ്രദ്ധിക്കാത്ത? DRANK കണ്ടോ? അപ്പം ഇതാണ് കേട്ടോ ഫസ്റ്റ് ഡേ ഓഫ് അവർ സ്കൂൾ. അപ്പം നമ്മൾ ഇവിടുന്ന് റെഡി ആയി പോവാണ്. അപ്പം നമ്മള് യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല. യൂണിഫോം കളർ ഡ്രസ്സാണ് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട്. പിന്നെ നമ്മള്
അവിടെ ലഞ്ച് അതൊക്കെ പാക്ക് ചെയ്തു. പിന്നെ കുറച്ച് 3:30 വരെ ഉണ്ട് ക്ലാസ് അല്ല ഫസ്റ്റ് ഡേ തന്നെ. ആ, അല്ലാതെ വേറെ സ്കൂളിലൊക്കെ 12 o'clock വരെ ഉണ്ടാവുള്ളൂ. ഈ പ്രാവശ്യം പിന്നെ ഈ ക്ലാസ് തുറക്കുന്നതിന്റെ സന്തോഷമാണോ സങ്കടമാണോ ഇത്ര ദിവസം നിന്നതിന്റെ ഒരു വിഷമം വലുതുണ്ടോ? ഉണ്ട്. അപ്പൊ സന്തോഷമൊന്നുമില്ല ക്ലാസ്സിൽ പോകുന്നതിന്റെ? സന്തോഷമുണ്ട്. എന്നാല് വെക്കേഷൻ തീർന്നല്ലോ, ഇനി വീട്ടിൽ നിന്ന് ഇപ്പൊക്കെ ഇതായതുകൊണ്ട് ഒറ്റൊരു സങ്കടം. പിന്നെ വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഡിവിഷൻ തിരിക്കുമല്ലേ, അപ്പൊ പഴയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷൻ ഒക്കെ ഉണ്ടല്ലേ? പക്ഷെ ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. റൈസാനാണ് ഡിവിഷൻ ചേഞ്ച് ആയപ്പോ കൂടുതലും കുട്ടികള് ഡിവിഷനിലായിപ്പോയി അവരുടെ ഫ്രണ്ട്സ് എല്ലാം. അപ്പൊ സ്കൂളിലേക്ക് അപ്പൊ റൈസാന്റെയും എന്റെയും ഒരേ ബിൽഡിംഗ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ വേറെ സെക്ഷൻ ആയില്ല, 6th വേറെ അല്ലേ. പിന്നെ നമുക്ക് ബസ്സിൽ മാത്രമേ കാണാൻ പറ്റൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് അവർ സ്കൂൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.